ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മളെ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം. അപ്പോഴേ ഇന്നിപ്പോൾ സൺഡേ ആണല്ലോ, ഇന്ന് ഞായറാഴ്ചയാണ്, ഇന്ന് ലീവാണ്. അപ്പോൾ നമ്മുടെ തലമുടി സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. കാരണം കുറേ ദിവസമായിട്ട് ഒന്ന് രണ്ട് മാസമായിട്ട് ഞാൻ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. അതപ്പോൾ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാൻ വിചാരിച്ചു. എൻ്റെ തലമുടി നന്നായിട്ട് കൊഴിയുന്നുണ്ടായിരുന്നു, പറഞ്ഞ് പോരും. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയില്ല. ഞങ്ങൾ റിസോർട്ടിലേക്ക് പോയിരുന്നു, അവിടുന്ന് തല നനഞ്ഞിരുന്നു പൂളിലെ വെള്ളം കൊണ്ട്. ഇനി അതുകൊണ്ടാണോ, ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ ശരീരത്തിലുള്ള വല്ല ഹോർമോൺ ചേഞ്ചിൻ്റെ കുഴപ്പം കൊണ്ടാണോ ഒന്നും എനിക്കറിയില്ല, തലമുടി ഇങ്ങനെ അടർന്ന് പോരുക. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം നമ്മളിപ്പോൾ തലമുടി ഇപ്പോൾ ആർക്കും കാണിച്ചു കൊടുക്കണമെന്നില്ല എന്നിട്ട് കാര്യമില്ല, നമ്മളെ തലയിലെ തലമുടിയൊക്കെ കൊഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണല്ലേ. അപ്പോൾ ഇതിന് നല്ലൊരു മരുന്നുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മളെ വീട്ടിലുള്ള സാധനം വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോണത് കേട്ടോ, ഈ ഒരു പാക്ക്. അപ്പോൾ നമ്മൾ കുളിക്കണീൻ്റെ ഒരു 20 മിനിറ്റ് മുന്നേ നമുക്കിത് തലയിൽ തേച്ച് പിടിപ്പിക്കാം. വീട്ടിലുള്ള സാധനം കൊണ്ട് തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുകൊണ്ട്, ഒരു വയസ്സായ കുട്ടി മുതൽ എത്ര പ്രായമായ ആൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റണ നല്ലൊരു ബ്യൂട്ടി ടിപ്പാണ് കേട്ടത്. അപ്പോൾ ഞാനിത് ഫസ്റ്റിൽ തേച്ചപ്പോൾ തന്നെ എനിക്ക് നല്ല മാറ്റം കിട്ടി. തലമുടി നല്ല സിൽക്കി ആവാനും നല്ല കറുപ്പ് കൂടാനും അകാലനിര തടയാനും ഒക്കെ പറ്റണ ഒരു നല്ലൊരു സംഭവമാണ് കേട്ടത്. അപ്പോൾ നമുക്കിതിന് ചെമ്പരത്തിപ്പൂവ് വേണം. അപ്പോൾ ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇലയിലും പൂവിലും ഒക്കെ ആൻറ്റി ഓക്സിഡൻറ്റും വിറ്റാമിനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഈ സാധനം ഉണ്ടാക്കുന്നത്, ഈ താളി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ മുടി തഴച്ച് വളരണതും കറുപ്പ് കൂടുന്നതും. ഒരുപാട് വിറ്റാമിൻസും ആൻറ്റി ഓക്സിഡൻറ്റും അടങ്ങിയത് കൊണ്ട് തന്നെയാണ് ചെമ്പരത്തിപ്പൂ നല്ലൊരു സാധനമാണ്. അതുപോലെ കറ്റാർവാഴ നിങ്ങൾക്ക് അറിയാലോ, കറ്റാർവാഴ നല്ല ഈർപ്പം നിലനിർത്താൻ പറ്റുന്ന ഒരു സംഭവമാണ് കറ്റാർവാഴ. തലമുടിക്ക് നല്ല ഗ്ലൈസിങ്, തിളക്കം ഒക്കെ പറ്റും. നല്ല ഒരു സംഭവം തന്നെയാണ് കറ്റാർവാഴയും ചെമ്പരത്തിപ്പൂവൊക്കെ. ഇതൊക്കെ ഇട്ടിട്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അല്ലാതെ നമ്മൾ പീടിയിൽ നിന്ന് വാങ്ങുന്ന ഒരു ഓയിലോ ഷാമ്പുവോ ഒന്നും ഉപയോഗിച്ചിട്ടല്ല. പിന്നെ നമ്മളെ തലമുടി നല്ല ക്ലീനായിട്ട് സിൽക്കി ആയിട്ട് സോഫ്റ്റായിട്ട് നിൽക്കാനൊക്കെ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ എനിക്ക് അനുഭവം ഉണ്ട്, അതുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ ഞാൻ തലമുടി ഒരു ഇത്ര നീളത്തിൽ മുറിച്ച് കളഞ്ഞു, അതുപോലെ അത് വളരുന്നുണ്ട്. ഇപ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നവംബറിലാണ് ഞാനിത് തേക്കാൻ തുടങ്ങിയത്. ആഴ്ചയിൽ 2 ദിവസം ഞാനിത് ഉപയോഗിക്കും കേട്ടോ. അപ്പോൾ മിക്കവാറും അങ്കണവാടി ഇല്ലാത്ത ദിവസമാണ് ഉപയോഗിക്കുക. ആഴ്ചയിൽ 2 ദിവസം നമ്മളിത് ഉപയോഗിക്കണം, തലമുടി ഊരൽ നിൽക്കുന്നത് വരെ കേട്ടോ. തലമുടി പൊഴിയൽ നിന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മളിത് നിർത്തരുത്. നമ്മളിത് താളി, നമ്മൾ ചെമ്പരത്തിപ്പൂവൊക്കെ വെറുതെ വാടിപ്പോവല്ലേ, നമ്മളെ വീട്ടിലുണ്ടല്ലോ. പിന്നെ കറ്റാർവാഴയാണ് പിന്നെ ആരും വീട്ടിലില്ലാത്ത അത് കിട്ടുന്നിടത്തുനിന്ന് സംഘടിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ നട്ട് വളർത്തി ഉണ്ടാക്കുക. അപ്പോൾ കറ്റാർവാഴൻ്റെ തണ്ടും ചെമ്പരത്തിപ്പൂവും വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം പോയിങ്ങാണ്ട് ചെമ്പരത്തിപ്പൂവും കറ്റാർവാഴയൊക്കെ പറിച്ചു കൊണ്ടുവരാം. ഒക്കെ നമ്മൾ അവിടെ തന്നെ കേട്ടോ. ചെമ്പരത്തിപ്പൂവ് നമ്മളെ അയലൊക്കത്തെ വീട്ടിൽ മരമുണ്ട്, അവിടെ പോയിട്ടാണ് ഞാൻ പറിക്കുന്നത്. അപ്പോൾ എല്ലാവരും വരി, നമുക്ക് അതൊക്കെ ഒന്ന് പറിച്ചിട്ട് ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു തരാം. എന്നിട്ട് ഇത് തേച്ച് കുളിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതാ ഈ താളി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം കേട്ടോ കൂട്ടാനുണ്ടാക്കാൻ. ഇന്ന് തൈരൊക്കെ വെച്ചിട്ടൊരു കറിയൊക്കെയാണ് ഉണ്ടാക്കണത്. കുക്കിങ്ങിന് ഇത് കഴിഞ്ഞിട്ടേ തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് വേണം എനിക്കിത് ചെയ്യാൻ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് പറിച്ച് വെച്ചിട്ട് തേച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇതാ ഇത്രയും പൂവ് എടുത്തിട്ടുണ്ട്. എത്ര ചെമ്പരത്തി പൂവ് ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കുക. കാരണം നമ്മളെ തലയിൽ അത്രയും പൂവ് ആവശ്യമാണ് കേട്ടോ. കാരണം ഇത് അരിഞ്ഞ് വരുമ്പോൾ വേസ്റ്റായിട്ട് വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഞാനിതാ ഇത്രയും പൂവ് എടുത്തിട്ടുണ്ട്. ഒരു 3 മൊട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് പൂവും ഒരു 8-10 പൂവും 3 മൊട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതുകൊണ്ട് സംഭവം ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇനി ഇതിലേക്ക് കറ്റാർവാഴൻ്റെ ഒരു തണ്ടും കൂടെ വേണം, അതും കൂടി എടുക്കാം. അപ്പോൾ അതാ നമ്മളെ കറ്റാർവാഴ ഇട്ടത് ഒക്കെ ആകെ പോയിട്ടുണ്ട്, വേനലൊക്കെ ആയിട്ട്. ഇങ്ങനെ ഒരു തണ്ട് എടുക്കുകയാണ് ഞാനതിൽ നിന്ന് കേട്ടോ. ഈ ഒരു തണ്ട് ഇട്ടിട്ടുണ്ട്. ഇത് ഏതായാലും പൊഴിഞ്ഞു പോയതാണ്. അത് ഒരു തണ്ടും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇത് പറ്റില്ല. അപ്പോൾ ഈ ഒരു തണ്ട് എടുത്തിട്ടുണ്ട്. ഇതാ ഒരു തണ്ടും കൂടെ എടുത്തിട്ടുണ്ട്. അങ്ങനെ 2 തണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സൈഡ് വെട്ടിയിട്ട് അരിഞ്ഞു കളഞ്ഞിട്ട് ഇത് കുത്തിച്ചാരി വെക്കും. അപ്പോൾ ഇതിൻ്റെ കറയൊക്കെ പോയതിന് ശേഷം വേണം നമ്മൾ ഇത് താളിക്ക് എടുക്കാൻ. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ, ചില ആൾക്കാർക്ക് ചൊറിച്ചിലൊക്കെ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ കറ കളഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഈ കറ്റാർവാഴേൻ്റെ തണ്ട് കുറേ സമയം അതിൻ്റെ നടുകും പിന്നെ താഴെ ഭാഗവും അതിൻ്റെ തലപ്പൊക്കെ അരിഞ്ഞ് കുത്തിച്ചാരി വെച്ച് അതിൻ്റെ മഞ്ഞ കറ കളഞ്ഞ് കഴുകി വാരി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ ചെമ്പരത്തിപ്പൂവിൻ്റെ മൊട്ടും ഒക്കെ ഇതിലിട്ട് ഒന്നും വെള്ളമൊന്ന് കുടഞ്ഞു കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട്
അരച്ചെടുക്കുക. കുറച്ച് വെള്ളം മതി, അല്ലെങ്കിൽ ഏറിപ്പോവും. ഇനി ഇത് നല്ലോണം മിക്സിൻ്റെ ജാറൊക്കെ ഉള്ളൊക്കെ തുടച്ചെടുത്ത് നമ്മളെ തലമുടിയിൽ നല്ലോണം അങ്ങോട്ട് തേച്ചങ്ങോട്ട് പിടിപ്പിക്കുക. തലയോട്ടിയിലും തലമുടിയിലും ഒക്കെ അങ്ങോട്ട് തേച്ചങ്ങോട്ട് പിടിപ്പിച്ചിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കുളിച്ച് വരിക കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ കുളി കഴിഞ്ഞിട്ടാണ് കുക്കിങ്ങിന് നിൽക്കുന്നത്. അപ്പോൾ നമ്മളെ തലമുടി നല്ല സോഫ്റ്റ് ആവാൻ, ക്ലീൻ ആവാൻ, നല്ല കറുപ്പ് കൂടാനും മുടി തഴച്ച് വളരാനൊക്കെ ഇത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ തേച്ച് കുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് അത് കുളി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ തലമുടിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ അടുക്കളപ്പണി എടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ചായയും കടിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ പിന്നെ തലമുടി ഇങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഞാൻ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഞാൻ നല്ല തൈര് കൊണ്ടാണ് കേട്ടോ കറി ഉണ്ടാക്കാൻ പോണത്. തൈര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക, പിന്നെ പുളിയില്ലാത്ത തൈര് കൊണ്ട് നല്ല സ്വാദാണ് കേട്ടോ. നല്ല സ്വാദ് എന്ന് പറഞ്ഞാൽ അത്രയും ടേസ്റ്റാണ് പുളിയില്ലാത്ത തൈര് വെച്ചിട്ട് നമ്മൾ ഈ കറി ഉണ്ടാക്കുമ്പോൾ കേട്ടോ. ഈ ഒരു കറി മാത്രം മതി ചോർക്ക് കൂട്ടാൻ. ചോറ് വയറ് നിറച്ചും പിന്നെ കുറച്ചും ഒക്കെ കഴിക്കും കുട്ടികൾ. നമുക്ക് പിന്നെ നമ്മൾ വയറ് നിറച്ച് കഴിക്കണമെന്നൊന്നുമില്ല. കുട്ടികളെ കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. കുട്ടികൾക്ക് വയറ് നിറച്ച് കൊടുക്കണമല്ലോ. കുട്ടികൾ വളരുന്ന പ്രായമല്ലേ, അപ്പോൾ വളർച്ചയെ ബാധിക്കും ഭക്ഷണം കുറച്ച് കൊടുത്താൽ. അപ്പോൾ തൈര് കുട്ടികൾക്ക് നല്ലതാണ്. കറിവേപ്പിൻ്റെ ഇല കണ്ടില്ലേ, നല്ലോണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിൻ്റെ ഇല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിളർച്ച തടയാനും പിന്നെ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ള സാധനമാണ് കറിവേപ്പിൻ്റെ ഇല. അപ്പോൾ ഞാൻ കറിവേപ്പിൻ്റെ ഇലയൊക്കെ നല്ലോണം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇളയ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിക്കണേ. അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത് തലമുടിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ തലമുടി എല്ലാ കുഞ്ഞുങ്ങൾക്കും നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, 1 വയസ്സ് കഴിഞ്ഞാൽ മുതൽ തന്നെ നമുക്ക് തലമുടിയിൽ ഇത് തേച്ച് തുടങ്ങാം. നമ്മളെ വീടിൻ്റെ മുറ്റത്തുള്ള ചെമ്പരത്തിപ്പൂവും കറ്റാർവാഴയും വെച്ചിട്ടാണ്. നമുക്ക് ഒരു പൈസ മുടക്കൂല, ഒരു ചിലവില്ല. നമ്മൾ ഈ ഷാമ്പൂ ഒക്കെ വാങ്ങി തേക്കാതെ ഇതൊക്കെ തേച്ചാൽ തന്നെ നമ്മുടെ തലമുടിയിൽ ചെളി പോവാനും നമ്മുടെ തലമുടിക്ക് നല്ല കറുപ്പ് വരാനും എനിക്കിപ്പോൾ നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഫലം കിട്ടി. അതുകൊണ്ട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ തേച്ച് ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് തലമുടിയൊക്കെ നല്ല സോഫ്റ്റായി സൂപ്പറായിട്ട് നല്ല തിളക്കുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും ഈ ബ്യൂട്ടി പാർലറിൽ പോവലുണ്ടോ എന്നൊക്കെ ചോദിക്കും തലമുടി കണ്ടാൽ. നമ്മൾ ശരിക്കും നമ്മളെ തലമുടി ആയാലും ഇപ്പോൾ നമ്മളെ സ്കിന്നായാലും നമ്മൾ ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും അങ്ങനെ തോന്നും. അപ്പോൾ ചട്ടി ചൂടേറിയപ്പോൾ ഞാനൊന്ന് വാങ്ങി വെച്ചതാണ് കേട്ടോ. ഇത് ഉള്ളിയും കറിവേപ്പിലയും കരിഞ്ഞു പോയാൽ നമ്മളെ തൈരും കൂടി ഒഴിക്കുമ്പോൾ സ്വാദ് കുറഞ്ഞു പോകും, രുചി കുറഞ്ഞു പോകും. അപ്പോൾ ഞാൻ തൈര് ഒന്ന് ഉടച്ചിട്ടുണ്ട്. മിക്സിയിൽ കട്ട ആവാതെ ഇരിക്കാനൊന്ന് കട്ട ഒടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു. അപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറവാണ്, അപ്പോൾ കുറച്ചുകൂടി ഇട്ട് കൊടുത്തു. അപ്പം തൈരും മോരൊക്കെ ആകുമ്പോൾ നല്ലോണം ഉപ്പ് വേണം. ഇനിയിപ്പോൾ കുറച്ച് നാളികേരം കൂടി ചതച്ചിടുമ്പോഴത്തേനും അതിക്കും കൂടെ ഉള്ള ഉപ്പ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നാളികേരം അങ്ങോട്ട് ചതച്ച് അതും ഇട്ട് കൊടുക്കുക. അപ്പം നമ്മളെ കറി സൂപ്പറായിട്ടോ. തൈര് കറി നല്ല ടേസ്റ്റാണ് കൂട്ടുകാരെ. ഇങ്ങനത്തെ കറിയൊക്കെ ഉണ്ടാക്കി നോക്കൊണ്ടിട്ടോ. അപ്പോൾ ഇതൊന്നോ 2 സ്പൂൺ ചോറിലിട്ട് കുഴച്ച് തിന്നാൽ അതൊരു വേറെ ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ചോറ് വെന്തിക്കണ്, ചോറ് ഊറ്റണം, മീൻ പൊരിക്കാനുണ്ട്. മീനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. അത് ഞാൻ കുളിക്കണതിൻ്റെ മുന്നേ രാവിലെ പിന്നെ ചെമ്പരത്തി താളി ഒക്കെ പറിക്കാൻ പോയില്ലേ, അതിൻ്റെ മുന്നേ തന്നെ മീനൊക്കെ നന്നാക്കി വെച്ചിരിക്കണ്. കുളി കഴിഞ്ഞാൽ പിന്നെ മീൻ നന്നാക്കാനൊക്കെ ഒരു മടിയാണ്. സത്യം പറഞ്ഞാൽ കുക്കിങ് ചെയ്യാൻ തന്നെ മടിയാണ്. കാരണം കുക്കിങ് ചെയ്യാൻ മടി എന്ന് പറഞ്ഞാൽ കുളി കഴിഞ്ഞാൽ കുക്കിങ് ചെയ്യാൻ മടിയാണ്. പിന്നെ അത് ഞാൻ ഞായറാഴ്ചത്തെ വീഡിയോ ആണെന്ന് പറഞ്ഞില്ലേ, ഞായറാഴ്ച ഇത് പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഞായറാഴ്ച പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് വ്യാഴാഴ്ച അയക്കണം കേട്ടോ. ഈ വ്യാഴാഴ്ചയാണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യണത്. ഞായറാഴ്ച എടുത്ത വീഡിയോ വ്യാഴാഴ്ചയാണ് പോസ്റ്റ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതാ മീൻ പൊരിക്കുകയാണ്. മീൻ പൊരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ അടുക്കളപ്പണി കഴിഞ്ഞു കേട്ടോ. ഇന്നിപ്പോൾ ഈ തൈര് കറിയും മീൻ പൊരിയും ഒക്കെ തന്നെയാണ് ഇന്നത്തെ കറി. അപ്പോൾ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ കൂട്ടുകാരെ, നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓളെന്ന ഓപ്ഷൻ അമർത്തുക. പിന്നെ നമ്മൾ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നിലമ്പൂർ മുത്ത് എന്നാണ് ചാനലിൻ്റെ പേര്. അതിൽ നമ്മൾ യൂസുഫ് കിസ്സ എന്ന് പറഞ്ഞിട്ട് യൂസുഫ് നബിയുടെ ചരിത്ര കഥ പറഞ്ഞിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും യൂസുഫ് കിസ്സ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ, കഥ കേൾക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിലമ്പൂർ മുത്ത് നമ്മുടെ ഈ ബിസ്മി വ്ളോഗിൽ ഞാൻ കമ്മ്യൂണിറ്റി ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനൽ. അപ്പോൾ അത് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കാണുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ.